എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. APL കാർഡെന്നോ BPL കാർഡെന്നോ വ്യത്യാസമില്ലാതെ സൗജന്യ കിറ്റ് വാങ്ങുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിലിൽ റേഷൻ കടകൾ വഴി സൗജന്യ ഉത്സവ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. ഏകദേശം 1000 രൂപയോളം മൂല്യമുള്ള 10 ഇനം സാധനങ്ങൾ കിറ്റിൽ ഉൾപ്പെടുത്താനാണ് ആലോചന. ഏതൊക്കെ സാധനങ്ങൾ എത്ര അളവിൽ ഉൾപ്പെടുത്താനാകുമെന്ന് അറിയിക്കാൻ സപ്ലൈകോയോട് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡിസംബറിൽ ക്രിസ്മസ് സ്പെഷ്യൽ ആയാണ് കിറ്റ് വിതരണം ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ വരെ എല്ലാ മാസവും സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തുടരാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഏപ്രിൽ 4-നാണ് ഈസ്റ്റർ വരുന്നത്. അതുപോലെ തന്നെ 14-ന് വിഷുവും വരുന്നുണ്ട്. അടുത്ത റംസാൻ വ്രതവും ആരംഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് പൊതുവായ ഒരു ഉത്സവ കിറ്റ് നൽകാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഈസ്റ്ററിന് മുമ്പ് എല്ലാവർക്കും കിറ്റ് എത്തിക്കുവാൻ കഴിയില്ലെങ്കിലും വിഷുവിന് മുമ്പ് പരമാവധി കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന വിധത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക. ഈ മാസം മുതൽ മുൻഗണനേതര കാർഡുകൾക്ക്, അതായത് നീല വെള്ള കാർഡുകാർക്ക് 10 കിലോ വീതം അരി 15 രൂപ നൽകുന്നതാണ്. അതായത് മാർച്ച് മുതൽ ഭക്ഷ്യക്കിറ്റും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കൃത്യമായി നൽകിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിച്ചെന്ന വിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം തുടരുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ നമുക്ക് വീഡിയോ കണ്ടുവിടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.